അങ്ങനെ നമ്മുടെ ഗാരേജിലേക്ക് പുതിയൊരു വണ്ടി കൂടെ വന്നിട്ടുണ്ട്. ടാറ്റ സഫാരി അഡ്വഞ്ചർ എസ് പ്ലസ്. ഇതിന്റെ പവർ ഫിഗേഴ്സ് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? 170 bhp, 350 Nm ടോർക്ക്, ടയർ സൈസ് 19 inch. നമ്മുടെ സൺറൂഫ് പനോറമിക് ആണ്. നമുക്കൊന്ന് തുറന്നു കണ്ടാലോ? ഓപ്പൺ സൺറൂഫ്. Okay, opening. Close the sunroof. Okay, closing. ടാറ്റയുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയേണ്ടതില്ലല്ലോ. 6 എയർ ബാഗ് ആണ് ഇതിലുള്ളത്. ഫ്രണ്ടിലെ സീറ്റ് ഇത്രയും ബാക്കിലേക്ക് മാറ്റിയിട്ടും നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനും കഴിയുന്നുണ്ട്. ബാക്കിലിരുന്നാലും AC ഉണ്ട്. റിയർ AC വെന്റ്. അങ്ങനെ ഇതിന്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് ഒന്ന് സംസാരിക്കണ്ടേ? ബൂട്ട് സ്പേസ് 421 ലിറ്റർ ആണ്. ഇൻഡീഡ് ഇതൊരു 7 സീറ്റർ വെഹിക്കിൾ ആണ്. അപ്പൊ ബാക്കിലെ 2 സീറ്റ് താത്തിടുകയാണെങ്കിൽ 421 ലിറ്റർ ബൂട്ട് സ്പേസ് ഇല്ലേ? നമ്മുടെ ബൈജുനാർ പറയുന്നോട്ട് എന്നെ ഇതിനകത്ത് കിടത്തിക്കൊണ്ട് പോകാൻ വേണമെങ്കിൽ. അപ്പൊ അതാണ് ഈ 2 സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ പറയുന്ന ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നല്ല മാറ്റങ്ങളാണ് സഫാരി കൊണ്ടുവന്നിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷ്, ഈ ടെയിൽ ലൈറ്റ് പോയേക്കുന്നത് ഇവിടുന്ന് ഇവിടം വരെ. ശരിക്കും എഡാസ് ഫീച്ചേഴ്സ് ലെവൽ 2 ആണ്. അത്രയും സംഭവമല്ലേ ലെവൽ 2 എഡാസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഫീച്ചേഴ്സ് കൊണ്ട് കുത്തി നിറഞ്ഞിരിക്കുന്ന ഒരു കാറാണിത്. ക്രൂയിസ് കൺട്രോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാം. നമുക്കിപ്പം 47 km/h ക്രൂസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ സെറ്റ് ഇറ്റ്. അതൊരു ഫീച്ചർ മേ ബി ഒരു ബെറ്റർ തിങ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ പറയുന്ന ഡാർക്ക് എഡിഷൻ ആണ്, ഫുൾ ബ്ലാക്ക് ആണ്, തൊട്ടിട്ട് വേറെ ഒരു കളിയില്ല. ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്ലേസ്മെന്റ്, ഹെഡ്ലൈറ്റിന്റെ പ്ലേസ്മെന്റ്, ഈ പറയുന്ന ഫോഗ് ലാംപ്സ് എല്ലാം ഒരു ഭയങ്കര കിടിലായിട്ട് ചെയ്തേക്കെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഇത് 2ാമത്തെ വീഡിയോ ആണല്ലേ? ഹാരിയർ EV, സഫാരി ആക്ച്വലി അഡ്വഞ്ചർ എസ് പ്ലസ് ഞാൻ പറഞ്ഞല്ലോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പം ഇത് രണ്ടും കൂടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു റിയൽ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഞാൻ 2ന്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മേ ബി ഒരു 7 സീറ്റർ തന്നെ വേണമെന്ന് അത്രയ്ക്കൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് സഫാരിയിലേക്ക് പോയത്. അങ്ങനെ ഇത് വണ്ടി ഇറങ്ങി നമുക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കണ്ടേ? അടുത്തല്ലേ അങ്ങോട്ടേക്ക് പോയാക്കല്ലേ? അപ്പൊ അടുത്ത ഹോട്ടലിലേക്ക് പോവാം. പതിനൊന്ന് വർഷം മുന്നെയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് കഴിക്കുന്നത്. അന്ന് കഴിച്ചതും ഇതേ ചിക്കൻ ബിരിയാണി തന്നെയാണ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുമല്ലോ. 11 വർഷത്തിന് ശേഷം ഇന്ന് 2026 ഇത് കഴിക്കുമ്പോഴും എനിക്ക് 100% ഉറപ്പാണ് ഈ ഫുഡ് അല്ലെങ്കിൽ ഈ ചിക്കൻ, ഈ മസാല ഇത് അത്രയും കിടിലമായിരിക്കുന്നു. കണ്ടോ, ഇത് നിറച്ചു ചിക്കൻ ആണെന്നേ. ഇങ്ങനെ ഈ പറയുന്ന തൊട്ട പൊളിഞ്ഞു വരുന്ന ചിക്കൻ. എങ്ങനെയുണ്ട്? സൂപ്പർ. അതാണ് റമീസ്. അങ്ങനെ ഈ ഒരു മിഡ് ലൈമോട് കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം ടാറ്റ സഫാരി നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. റമീസ് എൻ്റെ ഓർമ്മകളിൽ എന്നുമുള്ള മധുരമുള്ള ഓർമ്മ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ശരിക്കും അതിഥി ദേവോ ഭവ എന്നുള്ള അല്ലെങ്കിൽ സൽക്കാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന വടക്കൻകാരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നതിൽ ഇവിടുന്ന് നമ്മളെ പോകാൻ സമ്മതിക്കുന്നില്ലേ, നമുക്ക് ഓരോന്നോരോന്ന് തന്നുകൊണ്ടേ ഇരിക്കുക. ഇത് എന്താ ബോംബെ സർബത്തോ അങ്ങനെ എന്തോ ഒരു സംഭവം കഴിച്ചു നോക്ക്. ഞാൻ പിന്നെ അത്ര സ്വീറ്റ് ഒന്നും മാക്സിമം ഒഴിവാക്കാറുണ്ട്.